മോർണിംഗ്. ഇന്ന് നമ്മുടെ വീട്ടിലെ റെഡിലാക്കിയതിനൊക്കെ പിടിച്ചു വലിയതിലെ എന്നിട്ട് നമ്മളിത് പൊള്ളിച്ചെടുക്കാൻ പോവാണ് വാഴയിലൊക്കെ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിപ്പോൾ പിടിക്കാൻ കാരണം കുഞ്ഞേ കുട്ടികളുണ്ടായപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ അവറ്റങ്ങളത് വിഴുങ്ങും. അപ്പോൾ എന്തായാലും അത്യാവശ്യം വലിപ്പമൊക്കെ അയച്ചത് 2 ചെറുതുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചതിനൊക്കെ വറുത്ത് പൊള്ളിച്ചെടുക്കാറ്. അപ്പം നമുക്ക് അതിനെ നന്നാക്കി എടുക്കാൻ അറിയാം. ആണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് മീൻകുളത്തിലെ തിലാപ്പിയ കുഞ്ഞുങ്ങൾ. തൃശ്ശൂർ സ്റ്റൈലിൽ പറഞ്ഞ പിലോപ്പി കുട്ടികൾ. അതിൽ 2 വലുതുണ്ട്, 3 ചെറുത്. ഇതിലിപ്പോൾ 2 ചെറുതുള്ളൂ. പിന്നെയാണ് ഇതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലൊരെണ്ണം കുരുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് 3ാമത്തെ കുഞ്ഞു മീനെ കിട്ടിയത്. ഇതാണ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ കേട്ടോ. കുറേ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ മീൻ പൊള്ളിക്കാൻ തന്നെ കാരണം. ഈ കുട്ടികൾ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ വിറ്റങ്ങൾ വിഴുങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും മീനുകളെ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഒരു ടാങ്കൊക്കെ ഒന്ന് കഴുകി ഈ മീനെ പിടിച്ച് പൊള്ളിക്കാം. അപ്പോൾ ഈ മീനുകളെ നമുക്ക് ഈ ടാങ്കിലിടാലോ. പിന്നെ അവറ്റങ്ങൾക്ക് തീറ്റ കൊടുത്ത് നമുക്ക് വളർത്തണം. പിന്നെ തിലാപ്പിയ കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ വീട്ടിൽ വളർത്തിയിട്ട് കൊന്ന് തിന്നാന്നൊന്നും ആരും വിചാരിക്കാല്ല. കാരണം നമ്മളിതിനെ തിന്നാൻ തന്നെയാണ് വളർത്തണേ. എന്തായാലും പുറത്തുനിന്ന് വാങ്ങണതിന് പകരം നമ്മൾ വീട്ടിൽ തന്നെ വളർത്തണമെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇതിലും വലിപ്പം വയ്ക്കോട്ടെ. ഞങ്ങൾക്കൊരു പ്രാവശ്യം നല്ല വലിപ്പമായിട്ടുള്ള ഈ പിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പിടിക്കേണ്ടി വന്നത്. ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വെട്ടുകത്തി കൊണ്ട് ഇങ്ങനെ അടിച്ച് കൊല്ലണത് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ ഇടും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ ചത്തോളും. അപ്പോൾ അന്നമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പം അന്നമ്മ അതിൻ്റെ ഇടയിൽ അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ഇടയ്ക്ക് കുറച്ച് കൊണ്ടൊഴിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതിൽ പിടിക്കണം എന്നുണ്ട്. പക്ഷെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ചാടുമ്പോഴേ ഭയങ്കര ഒരു പേടിയാണ്. കാരണം ഇതിന് മുള്ളുണ്ട് നന്നായിട്ട്. ആദോട്ടനെയൊക്കെ ഞാൻ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. ആദോട്ടനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പിടിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അവൻ്റെ കയ്യിലാണെങ്കിൽ നിൽക്കണില്ല. അവൻ്റെ കൈയാണെങ്കിൽ ഇന്നലെ വാതിലിൻ്റെ ഇടയിൽ പെട്ടിട്ട് പൊട്ടിയിട്ട് ഇരിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ 2 കൈ കൊണ്ട് അവന് പിടിക്കാനും പറ്റണില്ല. പിന്നെ ഇതേ കുഞ്ഞുങ്ങളെ ഞാൻ മറ്റേ ടാങ്കിലേക്ക് മാറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളിൽ തന്നെ ഇത്തിരി വലിയൊരു കുട്ടി അത് ചത്തുപോയി. അതെങ്ങനെയാണ് ചത്തുപോയി എന്ന് അറിഞ്ഞൂടെ. ഒരെണ്ണം നല്ല വലിപ്പമുണ്ട്. പക്ഷെ അത് കണ്ടെങ്കിൽ ഒരു വഴുവഴുപ്പ് നമ്മൾ വളർത്തിയതിൻ്റെ എന്തോന്നാണ് നല്ല ഫ്രഷ് ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. നല്ല വഴുവഴുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നാക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നിൽക്കില്ല, ഇങ്ങനെ വഴുതി പോവായിരുന്നു. എന്നാലും ഇത്തിരി നേരം എടുത്തു. അത് കാരണം മീൻ നന്നാക്കാനായിട്ട്. ചേട്ടനവിടെ വേറെ പണിയായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ നന്നാക്കാനായിട്ട് നിന്നില്ല. ചേട്ടനവിടെ വേറെ ഒതുക്കലും ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. മീനുകളൊക്കെ ഞാൻ നന്നാക്കി വൃത്തിയായി കഴുകി ഉപ്പിട്ട് കഴുകി ഞാൻ 2 സൈഡിലും വരയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഈ മസാല നന്നായി ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പിരിയമുളക് പൊടി ഇട്ടു കേട്ടോ, ഒത്തിരി കളർ കിട്ടാൻ. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് ഇതും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പുറത്തും ഉള്ളിലും എല്ലായിടത്തും നല്ല രീതിയിൽ അങ്ങ് തേച്ച് കൊടുക്കണേ. കണ്ട നല്ല രീതിയിൽ ഞാനൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് മീനിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിച്ചോളും. ഈ സമയം കൊണ്ട് നമുക്ക് മീനിൻ്റെ മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അതിന് 5 വലിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ 1 തക്കാളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പച്ചമുളകും വേണം. ഞാൻ പച്ചമുളക് ആ സമയത്ത് ചെടിയിൽ നിന്ന് പൊട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ പൊള്ളിക്കാനുള്ള ഇലയൊക്കെ റെഡിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവർക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ മക്കളെയും കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. ഉള്ളി തൊലിക്കൽ, വെളുത്തുള്ളിയുടെ തൊലി കളയൽ, സവാളയുടെ തൊലി കളയൽ അതൊക്കെ അവരെ കൊണ്ട് ചെയ്യും. അതൊന്നും അവർക്ക് വലിയ അപകടം വരുന്ന പണിയല്ലല്ലോ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ ഞാൻ എൻഗേജ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള ഒക്കെ റെഡിയാണ്. ഞാൻ സവാള അരിഞ്ഞിട്ടില്ലേ, സവാള എനിക്ക് ചേട്ടൻ അരിഞ്ഞു തരാം. ഇത്രയും സവാള അരിയുമ്പോഴേക്കും ഞാൻ കണ്ണീർ പൊടി ഒഴുക്കി ചാവേണ്ട അവസ്ഥ വരും. ഇനി നമുക്ക് മീൻ വറുക്കാൻ തുടങ്ങാം. ഈ സമയം കൊണ്ട് നമ്മൾ എന്താ മസാല വഴറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുത്ത വെളിച്ചെണ്ണയിലാണ് നമ്മൾ
മസാല വഴറ്റണേ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വഴറ്റാത്തത്. അപ്പോൾ അതേ വെളിച്ചെണ്ണയൊക്കെ ചൂടായി. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ, നമ്മൾ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ വിഭവത്തിന് എപ്പോഴും വെളിച്ചെണ്ണ നല്ലത്. എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ തീ, പിന്നെ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും. അപ്പോൾ ഒരു ഭാഗം ശരിയായി. ഞാനപ്പോൾ ഈ ഒരു കൈയിലോണ്ട് തന്നെ ഞാൻ മറിച്ചിടാൻ പറ്റുമെന്ന് നോക്കുകയാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഒരു ടീസ്പൂണും കൂടി വെച്ചിട്ടാണ് ഞാൻ മറിച്ചിട്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എടുക്കണതിൻ്റെ ഇടയിൽ എൻ്റെ തല അങ്ങോട്ട് പൊട്ടിപ്പോയി. പിന്നെ മറ്റേ മീൻ അത് കാരണം ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പൊട്ടാണ്ടൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ പൊള്ളിച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കും. ആ കാര്യം നമ്മൾ പൊട്ടിച്ചിട്ടൊക്കെയാണ് കഴിക്കണേ, പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു രസത്തിന്. അങ്ങനെ മീൻ വറുക്കൽ കഴിഞ്ഞു. ഇനി ആ മീൻ വറുത്ത വെളിച്ചെണ്ണ വേറൊരു പാനിലേക്ക് ഒഴിച്ച്, പോരാത്ത വെളിച്ചെണ്ണ വേറെ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മസാല തയ്യാറാക്കാൻ പോവാണ്. അതിന് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം. അതിന് ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. അയ്യോ മറന്നുപോയി, നമ്മുടെ കറിവേപ്പില എപ്പോഴും ഞാൻ മറന്നു പോകും പറയാനായിട്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തോളാം കേട്ടോ. എന്നിട്ട് ഈ സവാളയും പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് കളർ മാറണ വരെ നല്ല രീതിയിലൊന്ന് വഴച്ചെടുക്കണം. എന്ന് വെച്ചിട്ട് ഭയങ്കര ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ എന്നാൽ കുറച്ച് കളർ മാറും വേണം, അല്ലെങ്കിൽ മതിരിപ്പ് വരും നമ്മുടെ മസാലയ്ക്ക്. ഞാനിതിൽ പൊടികളൊക്കെ ഇടുന്ന ഭാഗം ക്യാമറ ഓണാക്കാനായിട്ട് മറന്നുപോയിട്ട് ആ ഭാഗത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ, കാരണം നമ്മൾ വറുത്ത വെളിച്ചെണ്ണയിൽ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉലുവാപ്പൊടി ചേർത്തേക്കണം. നിങ്ങൾക്ക് ഉലുവാപ്പൊടി വേണ്ടെങ്കിൽ മസാലപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ തക്കാളീനെ ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ട് കുഴയണം തക്കാളി കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. തൻപാൽ എന്നൊക്കെ പറയും, 1-ാം പാലെന്ന് പറയില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഗ്രേവി ഉണ്ടാവും. നാളികേരപ്പാലും ചേർത്തൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ചേർക്കേണ്ടതാണ് മല്ലിയില കേട്ടോ. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലാണ് ഇടണേ. നിങ്ങളുടെ ഏത് മല്ലിയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളധികം വേവിക്കേണ്ട, കഴിഞ്ഞു, ഗ്രേവിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയോളൂ കേട്ടോ. അതും കൂടി നോക്കി കഴിഞ്ഞ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഞാൻ ഓൾറെഡി വാഴയിലൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തീയിലൊക്കെ കാട്ടി മയക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവി കുറച്ചങ്ങ് ഇട്ട് കൊടുത്ത് ഒരു ബേസിൽ നമ്മൾ ഇങ്ങനെ ഈ ഗ്രേവി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പുറത്ത് വേണം നമ്മൾ വറുത്ത മീൻ വയ്ക്കാൻ. എന്നിട്ട് മീനിൻ്റെ പുറത്ത് നമ്മൾ ഗ്രേവി വീണ്ടും ഒന്നാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കെട്ടി വയ്ക്കണം. അത്രയുള്ള പരിപാടി. എനിക്കാണെങ്കിൽ ഈ വാഴയിലയിൽ ഇങ്ങനെ കെട്ടാനായിട്ട് വശം കുറവാണ്. അപ്പോൾ ചേട്ടനുണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്തു തരണേ. അപ്പോൾ ചേട്ടൻ്റെ കൈ കണ്ടുകൊണ്ട് കുഴപ്പമില്ല, ചേട്ടൻ്റെ മുഖം കാണിക്കാനാണ് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മീനുകളൊക്കെ ഇങ്ങനെ ഓരോ ഇലകളിൽ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് ശരിയാവും കേട്ടോ. ഇനിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, പൊള്ളിച്ചെടുക്കൽ. അതിന് നല്ല അടികട്ടിയുള്ള പാത്രം നിങ്ങളിലുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. എൻ്റെ അധികം അടികട്ടിയുള്ള പാത്രങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ ഫ്രൈയിങ് പാൻ തന്നെയാണ് എടുക്കണത്. അപ്പോൾ ഞാൻ 2 പാത്രത്തിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീനില്ലേ, അത് ഓരോന്നും നമ്മുടെ ചട്ടിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് 2 വശം വേവിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് പൊള്ളിച്ചെടുക്കുക. ഞാൻ ഈ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുള്ളത് അപ്പുറത്തെ കിച്ചണിൽ കൊണ്ട് വെക്കുക കേട്ടോ. എൻ്റെ അപ്പൻ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കണേന്നറിയോ, അവനൊരു മീൻ ലവറാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ വറുത്ത മീൻ റെഡി ആയി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കഷ്ണം കിട്ടാനാണ് ഈ ഇരിക്കണേ. ഞാനാണെങ്കിൽ മീൻ വറുക്കണ സമയം കൊണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. കാരണം എല്ലാ പണി ഒരുമിച്ച് അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഓരോ പണി ഓരോ സൈഡിൽ കൂടെ അങ്ങോട്ട് കഴിച്ചു വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. സ്റ്റവ് ചൂടായിട്ടിരിക്കണ കാരണം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാത്രം കഴിയുന്ന ടൈം ആകുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ പോകും. അപ്പോൾ പിന്നെ സ്റ്റവ് മാത്രം നമുക്ക് തുടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ജോലിയുടെ ഇടയ്ക്ക് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടാ. എന്തൊരു മണമെന്ന് പറയും ഈ സമയത്ത്. വാഴലേരിയും മീൻ്റെയും ആ ഗ്രേവിയുടെ ഒക്കെ മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും. ഭയങ്കര രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീനൊക്കെ ഞാനിങ്ങനെ പൊള്ളിച്ചെടുത്തേ. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മീൻ പൊള്ളിച്ചത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് മതി, നല്ല രസത്തിൽ ചോറുണ്ണാം.
അപ്പോൾ ഞാൻ ആദ്യം കൈ കൊണ്ട് പൊളിക്കാൻ പറ്റുമോ എന്ന് നോക്കി, പക്ഷേ ചൂട് കാരണം പറ്റണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കത്ര കൊണ്ട് പൊട്ടിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കത്ര കൊണ്ടൊക്കെ ഞാൻ മുറിച്ചെടുക്കാൻ കേട്ടോ. ടെൻഡേൻ അങ്ങനെ അവസാനം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല രസമാണ് കേട്ടോ. എൻ്റെ പൊന്നു കർത്താവേ, എനിക്കാണെങ്കിൽ ഈ സമയത്ത് കൊതിയായിട്ട് കഴിക്കാനായിട്ട്, പക്ഷെ ചൂടുള്ള കാരണം കൈ വെക്കാൻ പറ്റുമോ? ഭയങ്കര ചൂടായിരുന്നു. കയ്യല്ലേ വെക്കാൻ പറ്റാത്തതുള്ളൂ, ടീസ്പൂൺ വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ടീസ്പൂൺ കൊണ്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഞാൻ കഴിക്കണ കണ്ടപ്പോൾ 3 മക്കൾക്കും കൊതിയായിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 മക്കൾക്കും ഓരോ വായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദുട്ടനും ആൻ്റപ്പനും അന്നമ്മയ്ക്കും ഒക്കെ ഓരോ വായ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല സന്തോഷമായിരുന്നു. പിന്നെ അതേ അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് കുന്നുപോലെയാണ് പാത്രങ്ങൾ കഴുകാൻ കിടക്കണേ. അതാണ് ഒരു ടാസ്ക്. ദൈവമേ, ഇതൊക്കെ കഴുകി വരുമ്പോഴേക്കും നമ്മുടെ നടുവിൻ്റെ കാര്യം ഒരു തീരുമാനമാവും. അപ്പം ഞാൻ പതുക്കെ നിന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കണം. ഫുൾ ടൈം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെയും കഴുത്തിൻ്റെയും പണിയൊക്കെ തീരും. ഹെൽത്താണല്ലോ നമ്മുടെ മുഖ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ മീൻ പൊള്ളിച്ചതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ ടാറ്റാ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.